കറക്റ്റാ. ബീഫ് വിളമ്പിയതിന്റെ പേരിൽ അതിക്രമം. അതായത് ഹൈദരാബാദിൽ ഒരു മലയാളിയുടെ ഹോട്ടൽ പൂട്ടിച്ചിരിക്കുകയാണ്. ഉത്തരേന്ത്യയിൽ ബീഫിന്റെ പേരിലുള്ള കൊലപാതകങ്ങൾ തുടർക്കഥയാകുമ്പോൾ, അതായത് പശുവിനെ കൊല്ലരുതെന്ന് പറയുന്നു, ഗോഹത്യ പാവമാണെന്ന് പറയുന്നു. ഇതെല്ലാം പോരാഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ കയറ്റിയിരിക്കുന്ന ഉത്തർപ്രദേശ് എന്നാണ്. അപ്പൊ ഇതൊക്കെ ഈ രണ്ട് കള്ളങ്ങളാണ് ഒരുമിച്ച് പറയുന്നത്. അതായത് ഏറ്റവും കൂടുതൽ ബീഫ് കയറ്റിയിരിക്കുന്ന ഉത്തർപ്രദേശിൽ നിന്നും മാത്രമല്ല, സ്ഥാപനങ്ങൾ, ഈ കമ്പനികളെല്ലാം ആരുടെയാണ്? സംഘികളുടെയാണ്. ആ കഴിച്ചത് കപ്പ കഷ്ണാണ്. നല്ല ബീഫും കപ്പയോട് മിക്സ് ചെയ്തുള്ള കപ്പ. പിന്നെ ഉള്ളിയിട്ട് കഴിക്കാം, അങ്ങനെ ഒരു തിയറി ഉണ്ട്. അവരവരുടെ ഇഷ്ടം, അവരവരുടെ ഇഷ്ടമുള്ള ഫുഡ് കഴിക്കട്ടെ. നമ്മൾ കേരളത്തിൽ അങ്ങനെയല്ലേ, നമ്മള് എല്ലാ മതങ്ങളെ റെസ്പെക്ട് ചെയ്യുന്നു, അവരോട് കഴിക്കേണ്ട ഫുഡ് കഴിക്കുന്നു, ആരെയും നിർബന്ധിച്ച് കഴിപ്പിക്കുന്നില്ല, അല്ലെ? അങ്ങനെയൊക്കെ. നിങ്ങൾ വിചാരിക്കാൻ എന്റെ കയ്യിൽ എന്താ സംഭവം ഇരിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ എന്താ കഴിക്കുന്നത് എന്നൊക്കെ. ഇത് ഡ്രൈ ബീഫാണ്. ആൻഡോസ് ഹോം മെയ്ഡ്സ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഒരു കൂട്ടാന്റെ സംരംഭമാണ്. ഉറ്റ സുഹൃത്താണ്. അവനെനിക്ക് പേഴ്സണലി തന്നാണ്, പ്രൊമോഷനൊന്നുമല്ല. അപ്പൊ ഞാൻ ഈ വീഡിയോ ചെയ്തപ്പോ ഇതും കൂടി എടുത്ത് കൈപ്പിടിച്ചു, ബീഫല്ലേ എന്ന് വിചാരിച്ചിട്ട്. സംഭവം എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടു, അടിപൊളിയാണ്. അപ്പോ ഇതിന്റെ കോണ്ടാക്ട് നമ്പറും ഡീറ്റെയിൽസ് ഞാൻ കമന്റിൽ മെൻഷൻ ചെയ്യാം. പേജ് ഉണ്ടെങ്കിൽ അതും മെൻഷൻ ചെയ്യാം. താല്പര്യമുള്ളവർ വാങ്ങാം. ബീഫില്ലാത്ത ഒരു കേരളത്തെ പറ്റി എനിക്ക് ചിന്തിക്കാനേ വയ്യ.